യാതേ ത്വയ്യാശുവാതാകുലജലദഗളത്തോയപൂർണാതിഘൂർണസപ്താർണോ രാശിമഗ്നേ ജഗതി സതു ജലേ സംഭ്രമൻ വർഷകോടി ദീനഃ പ്രൈക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദനസരസിജന്യസ്തപാദാംഗുലീകം. ഹന്തഭാഗ്യം ജനാനാം. ഏതു വരവും കൊടുക്കാൻ ഭഗവാൻ തയ്യാറായിരുന്നു. എന്നാൽ മാർക്കണ്ഡേയ മഹർഷി യാതൊന്നും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ സകലമൂർത്തിയെപ്പോലും തന്നിൽ നിന്ന് അന്യമായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ നേരം ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ മാത്രമാണ് വൈഷ്ണവി മായയെ ഒന്ന് കണ്ടാൽ തരക്കേടില്ല എന്നാവശ്യപ്പെട്ടത്. ഭഗവാൻ സന്തോഷിച്ച് അങ്ങനെ ആവട്ടെ എന്ന് അരുളി ചെയ്ത് അന്തർധാനം ചെയ്യുകയും ചെയ്തു. ത്വയി യാതേ ആശു ജഗതി വാതാകുല ജലതകളത്തോയ പൂർണാതിഘൂർണത് സപ്താർണോരാശിമഗ്നേ സഹ തു വർഷകോടീ ജലേ സംഭ്രമന് ദീനഃ ദൂരേ വടതലശയനം ശ്യാമളാംഗം വദനസരസിജന്യസ്തപാദാംഗുലീകം കഞ്ചിത് ആശ്ചര്യബാലം ത്വാമേവ പ്രൈക്ഷിഷ്ട. ത്വയി യാതേ, അവിടുന്ന് അന്തർധാനം ചെയ്ത് കഴിഞ്ഞ ഉടനെ ആശു ജഗതി വാതാകുല ജലതകളത്തോയ പൂർണാതിഘൂർണത് സപ്താർണോരാശിമഗ്നേ, കൊടുങ്കാറ്റടിച്ച് ഇളകി മറിഞ്ഞ മേഘങ്ങളിൽ നിന്ന് ചൊരിയുന്ന വെള്ളം നിറഞ്ഞ് ഇളകിമറിയുന്ന സപ്തസാഗരങ്ങളിൽ ജഗത്താകെ ആണ്ടുമുങ്ങിയപ്പോൾ സഹാത് വർഷകോടീഹി ജലേ സംഭ്രമൻ, ആ മാർക്കണ്ഡേയ മഹർഷി കോടിക്കണക്കിന് വർഷങ്ങൾ ആ ജലത്തിൽ കുഴങ്ങി. ദീനഃ, ദൂരെ, ദീനനായിട്ട് ദൂരത്ത്, വടതളശയനം, പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്നവനും, ശ്യാമളാംഗം, കറുകപ്പുല്ലിൻ്റെ കറുത്ത നിറത്തോടു കൂടിയവനും, വദനസരസിജന്യസ്തപാദാംഗുലീകം, താമരപ്പൂ പോലുള്ള തിരുവായയിൽ കാലിൻ്റെ പെരുവിരൽ വെച്ചവനുമായ കഞ്ചിത് ആശ്ചര്യബാലം ത്വാമേവ പ്രൈക്ഷിഷ്ട. പ്രൈക്ഷിഷ്ട, ആശ്ചര്യം തോന്നിപ്പിക്കുന്ന ഒരു ശിശുവിൻ്റെ രൂപത്തിൽ അങ്ങയെ തന്നെ കാണുകയുണ്ടായി. ഭഗവാൻ വരം നൽകി അനുഗ്രഹിച്ച് മറഞ്ഞ ഉടനെ ആകാശത്ത് പ്രളയകാല മേഘങ്ങൾ വന്ന് നിറഞ്ഞു. അതിഗംഭീരമായ മഴ തുടങ്ങി. കാണെ 7 സമുദ്രങ്ങളും കര കവിഞ്ഞു പൊങ്ങി ഭൂമിയാകെ പ്രളയജലത്തിൽ അണ്ടുപോയി. മാർക്കണ്ഡേയ മഹർഷി ആ പെരും വെള്ളത്തിൽ നീന്തി നടന്നു. കോടിക്കണക്കിന് വർഷങ്ങൾ താൻ പ്രളയജലത്തിൽ അകപ്പെട്ടതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. നീന്തി നീന്തി വശം കെട്ട് അദ്ദേഹം നോക്കുമ്പോൾ പ്രളയജലത്തിൽ ദൂരെ ഒരു പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്ന ബാലരൂപിയായ ഭഗവാനെ കണ്ടു. കാലിൻ്റെ പെരുവിരൽ കൈകൊണ്ട് പിടിച്ച് വായിലേക്ക് അടുപ്പിച്ച് കുടിക്കുന്ന രൂപത്തിലാണ് ഭഗവാനെ മഹർഷി കണ്ടത്.